ഹായ്, വളരെയധികം സന്തോഷം. ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഹെർബൽ പ്രൊഡക്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ക്വാളിറ്റി പ്രൊഡക്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. എന്നാലും നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ അതുപോലെ നാച്ചുറൽ പ്രൊഡക്റ്റുകളെ കുറിച്ച് നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്, പഠിക്കണം എന്നുണ്ട്. പക്ഷെ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ള ഒരു ബേസിക്കായ ഒരു നോളജ് ഇല്ല. അപ്പം അതിനെക്കുറിച്ചാണ് കേട്ടോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു നല്ലൊരു ബ്രാൻഡ് ഉണ്ടായിരിക്കാൻ നമുക്ക് പ്രൊഡക്റ്റ് മാത്രം ഉണ്ടായാൽ പോരാ. നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം, അതുപോലെ നല്ലൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം, ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നല്ലൊരു ബ്രാൻഡ് പൊസിഷൻ ചെയ്യാൻ കഴിയണം, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ക്ലിയർ ആവണം. അതുപോലൊക്കെ മെയിനായിട്ടുള്ള കാര്യം കസ്റ്റമറുടെ ട്രസ്റ്റ് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റ് മനസ്സിലാക്കണം. മാർക്കറ്റിൽ ആരാണ് നമ്മുടെ കസ്റ്റമർ, എന്താണ് അവരുടെ പ്രശ്നം, അവർക്ക് എന്തിനാണ് സൊല്യൂഷൻ വേണ്ടത്, അതുപോലെ തന്നെ എന്താണ് അവർ ഒരു മാറ്റത്തിന് തയ്യാറാകാൻ കാരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഉദാഹരണത്തിന് തന്നെ നമ്മളെ പോലത്തെ ഒരു അമ്മ, അവർക്ക് ഒരു കൗമാരപ്രായത്തിലുള്ള ഒരു മകളുണ്ട്, അവർക്ക് മുഖക്കുരുണ്ടായി. അപ്പോൾ ആ മുഖക്കുരുണ്ടാവുമ്പോൾ അവരുടെ മകൾക്ക് ഒരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യുമ്പോൾ അവരെന്താണ് ആദ്യം തന്നെ അന്വേഷിക്കുക, സ്കിന്നിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഹെർബൽ കണ്ടന്റുകളുള്ള പ്രൊഡക്റ്റുകൾ കിട്ടാനുണ്ടോ ഈ മുഖക്കുരുവിനുള്ള ഒരു സൊല്യൂഷനായിട്ട് എന്നായിരിക്കും അവർ അന്വേഷിക്കുക. അപ്പം അങ്ങനെ അന്വേഷിക്കണ അമ്മമാർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് സജസ്റ്റ് ചെയ്ത് അതിനൊരു റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. അതാണ്. അപ്പം ഓരോ കസ്റ്റമർക്കും വേണ്ട രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ പ്രിപ്പയർഡ് ചെയ്തിട്ട് അവരുടെ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു കഴിവ്, അതിനുള്ള ഒരു ഐഡിയ, അതിനുള്ള ഒരു ഫോർമുലേഷൻ, ബേസിക് ഫോർമുലേഷനൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാവണം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡക്റ്റ് സെലക്ഷൻ ചെയ്യാണ് വേണ്ടത്. ഏതൊരു പ്രൊഡക്റ്റാണ് നമ്മൾ ഒരു ബ്രാൻഡാക്കിയിട്ട് വളർത്തേണ്ടതെന്നുള്ളൊരു കാര്യം നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ തീരുമാനിക്കണം. അപ്പം നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകളൊന്നും സെലക്ട് ചെയ്യാതെ കസ്റ്റമർക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നോ രണ്ടോ പ്രൊഡക്റ്റുകൾ കൊണ്ട് ആദ്യം തന്നെ നമ്മളൊരു ബ്രാൻഡ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൽ കസ്റ്റമറുടെ സെലക്ഷന് കസ്റ്റമറുടെ ട്രസ്റ്റ് നമ്മൾ നേടിയെടുക്കുക. എന്നിട്ട് നമ്മളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ ബ്രാൻഡ് എങ്ങനെ ഗ്രോത്ത് ചെയ്യും. അപ്പം നമ്മൾ പ്രൊഡക്റ്റിന് നല്ല ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ അതിന് ക്വാളിറ്റി ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിക്കണം. അതുപോലെ തന്നെ നല്ല നമുക്ക് ബേസിക്കലായിട്ട് അതിൻ്റെ ഫോർമുലേഷൻ നല്ലവണ്ണം അറിയണം. അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻറ്റുകളെ കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കാൻ കഴിയണം. എങ്ങനെയാണത് ശരീരത്തിൽ പ്രവർത്തിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നല്ലവണ്ണം അറിയണം. അതുപോലെ തന്നെ പാക്കേജിങ് നല്ലവണ്ണം ക്ലിയർ വേണം, ആൾക്കാർക്ക് ആകർഷിക്കാൻ കഴിയുന്ന കോലത്തിലുള്ള പാക്കേജിങ് വേണം. അതുപോലെ തന്നെ കസ്റ്റമർ ട്രസ്റ്റ് ഉള്ള ഓരോ റിസൾട്ടുകൾ, അതുപോലെ തന്നെ റിസൾട്ടുകൾ വേണം. അതുപോലെ തന്നെ കസ്റ്റമറുടെ ഓരോ ടെസ്റ്റിമോണിയൽ കേൾക്കുമ്പോൾ വേറുള്ളവരും അങ്ങനെ വന്ന് നമ്മുടെ ബിസിനസ്സിന്, നമ്മുടെ ബ്രാൻഡിന് ഒരു ഗ്രോത്ത് ഉണ്ടാവും. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ബ്രാൻഡ് വളർത്തുകയാണ് നമ്മൾ പിന്നെ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ കസ്റ്റമർ ട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ തന്നെ ബ്രാൻഡ് ഇങ്ങനെ വളർന്നു വരും. പിന്നെ നമ്മൾ ആ ബ്രാൻഡിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ പ്രസൻസ് നല്ലവണ്ണം വേണം, അതുപോലെ പാക്കേജിങ് വേണം, അതുപോലെ കസ്റ്റമറുടെ കമ്മ്യൂണിക്കേഷൻ വേണം, അതുപോലെ തന്നെ ബ്രാൻഡ് നെയിം വേണം, പ്രൊഡക്റ്റ് സ്റ്റോറി വേണം. ഇതൊക്കെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ബ്രാൻഡിന് നമ്മൾ പ്രൊഡക്റ്റുകൾ ഇപ്പം ഒരേ കാറ്റഗറിയിൽ തന്നെ ഇഷ്ടം പോലെ കിട്ടാണ്ട്, പക്ഷേ നമ്മുടെ ബ്രാൻഡിനെ അവർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ നമുക്ക് ഉണ്ടായിരിക്കണം. ഇന്നത്തെ ചുറ്റുപാടിൽ
ബ്രാൻഡ് വളർത്താൻ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിന്ന് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, പിന്നെ ടിക്ടോ അങ്ങനത്തെ പല മാധ്യമങ്ങളൊന്നും നമുക്കുണ്ട്. അങ്ങനെ ആഡ്സ് മാനേജർ ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ, അതുപോലെ യൂട്യൂബ്, ഇതിലൂടെയൊക്കെ നമ്മുടെ കണ്ടന്റ് നമ്മൾ പ്രസൻസ് ചെയ്യും. അപ്പോൾ തന്നെ നമ്മളുടെ ബ്രാൻഡിനെ നമുക്ക് വളർത്താൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കസ്റ്റമറുടെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവാണ്. അപ്പം നമുക്ക് നമ്മുടെ അടുത്ത് നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, നമുക്ക് കസ്റ്റമറുടെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുമാണ്. അങ്ങനെ നമ്മൾ കസ്റ്റമറെ ഹാൻഡിൽ ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, സ്കിന്നിൻ്റെ പിന്നെ പ്രൊഡക്റ്റുകളൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിന്നിനെ കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കണം, അറിയണം. അങ്ങനെ അവരുടെ സ്കിന്നിനെ കുറിച്ച് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ അവർക്ക് പ്രിപ്പയർഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ കാലത്ത് ഹെർബൽ സ്കിൻ കെയറിൽ വളരാൻ വളരെയധികം അവസരങ്ങളുണ്ട്. പക്ഷേ ആ വളരണമെങ്കിൽ നമുക്ക് നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് വേണം, അതുപോലെ തന്നെ കൺസിസ്റ്റൻസി മാർക്കറ്റിംഗ് വേണം, അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ പ്രസൻസ് വേണം, അതുപോലെ തന്നെ നല്ലൊരു ബ്രാൻഡായി മാറണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റിൽ അറിയിക്കൊണ്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഇതിനുള്ള ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കണ ഒരു ചർച്ചയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉണ്ടാകുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.